ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ എന്ന ആയത്താണ് പഠിച്ചു വന്നത്. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഖൽഖുസ് സമാവാത്ത്, വാനങ്ങളുടെ സൃഷ്ടിപ്പ്, വൽ അർദ്, ഭൂമിയുടെയും, വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ അൽസിനത്തിൻ്റെ ഇഖ്തിലാഫ്, വ്യത്യസ്തത. അവിടെ നമ്മൾ ഈ അൽസിനത്തുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചു വന്നത്. നിങ്ങളുടെ അൽസിനത്ത്, അതിലെ ഇഖ്തിലാഫ്, ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ വൈവിധ്യം, വ്യത്യസ്തത, അതും എന്താണ്? മിനായാത്തി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. അവിടെ അൽസിനത്ത് എന്നുള്ളത് അതിൻ്റെ ഏകവചനം ലിസാൻ. അൽസിനത്ത് നമ്മൾ പറഞ്ഞു. ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭാഷ, അതേപോലെ ലിസാൻ എന്ന് പറയും ഈ ലഹ്ജ, ഉപഭാഷക്ക് പറയും. പിന്നെ ലിസാൻ എന്ന് പറയും സൗത്ത്. എന്താ സൗത്ത്? ശബ്ദം. ശബ്ദത്തിന് പറയും. അതേപോലെ തന്നെ ശബ്ദം, സ്വരം, ട്യൂൺ ഉണ്ടല്ലോ, ട്യൂൺ, അതിന് ലിസാൻ എന്ന് പറയും. ഇവിടെ അതൊക്കെ ഉദ്ദേശമാണ് നിങ്ങളുടെ അൽസിനത്തിലെ വൈവിധ്യവും എന്നാണ്. നിങ്ങളുടെ അൽസിനത്തിൻ്റെ വൈവിധ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം. ആദം ഹവ്വ ദമ്പതികളിൽ നിന്നാണ് മാനവകുലത്തിൻ്റെ പ്രഭവം. എന്നിട്ട് ഒരു ഉമ്മൻ്റെയും ബാപ്പൻ്റെയും മക്കളാണ് ലോകത്ത് ഈ ധാരാളം ഭാഷകൾ, പിന്നെ അതിൻ്റെ ഉപഭാഷകൾ, അതിൻ്റെ ഉപഭാഷകൾ ഇതിൻ്റെ വാക്താക്കളായിട്ട് പരിണമിക്കുന്നത്. പിന്നെ ശബ്ദങ്ങൾ, എനിക്ക് നമ്മൾ വരാം. ഈ ഭാഷ ഉണ്ടല്ലോ, ഭാഷയ്ക്ക് എന്തുകൊണ്ട് ലിസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ? നാവാണ് അല്ലേ? ജിഹ്വ, നാവാണ്. ഭാഷ എന്താ? സംസാരം. ഭാഷ, അതിൻ്റെ നിർവചനം എന്താ? ആശയവിനിമയത്തിൻ്റെ ഉപാധിയല്ലേ ഭാഷ, അല്ലേ? ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ആശയവിനിമയത്തിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഭാഷ. അത് നമ്മൾ പറഞ്ഞ് ആംഗ്യ ഭാഷയുണ്ട് അല്ലേ? ഇപ്പോൾ പണ്ടൊരു അറബി മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരു ഖൈമ, ടെൻറ്റ്, അപ്പോൾ അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ യാത്രികന് ഭയങ്കര സഹായമൊക്കെ ചെയ്തു. അപ്പോൾ ആ യാത്രികൻ അതിനോട് ചോദിക്കുകയാണ്, മസ്മൂഖി, നിങ്ങളെ പേരെന്താന്ന് ചോദിക്കാണ്. അപ്പം അവർ പറഞ്ഞു അനഫി യസാരിഖ്. സ്ത്രീ പറഞ്ഞത് എന്താണ്? അനഫി യസാരിഖ് എന്നാണ്. അനഫി യസാരിഖ് എന്നാണ്, ഞാൻ നിങ്ങളുടെ ഇടത് ഭാഗത്തുണ്ട് എന്നാണ്. അതിന് മനസ്സിലായി, ഇയാൾക്ക് മനസ്സിലായി ആ പ്രതികരണം. അയാൾ എന്താ പറഞ്ഞത്? മർഹബൻ ബിൽ ഹിന്ദ് ഹിന്ദ് എന്ന് പറഞ്ഞ വാള്. 100 ഒട്ടകങ്ങൾക്ക് ഹിന്ദ് എന്ന് പറയും. അതേപോലെ തന്നെ ഹിന്ദ് വാളിന്ന് പറയും, പര്യായം. അപ്പോൾ അറബികൾ വാളെവിടെ വെക്കുക? വാള് ഇടത് ഭാഗത്താണ് വെക്കുക, വലത് കൈ കൊണ്ട് ഊരി ഇതാക്കാൻ. അപ്പോൾ ഫി യസാരിഖ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർക്ക് അയാൾക്ക് മനസ്സിലായി മർഹബൻ ബിൽ ഹിന്ദ് എന്ന് പറഞ്ഞു.
അപ്പോൾ അവർ ചോദിച്ചു, മസ്മുഖ്, അങ്ങയുടെ പേരെന്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു, അനഫി വജിഹിക്, അനഫി വജിഹിക്. എന്താ, ഞാൻ എൻ്റെ മുഖത്തുണ്ട് എന്ന് പറഞ്ഞു. അത് അവൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, മർഹബൻ ബിൽ ഹസൻ, മർഹബൻ ബിൽ ഹസൻ. അവളുടെ മുഖത്തുള്ള എന്താണ്? അവളുടെ മുഖത്തുള്ള സൗന്ദര്യമാണ് ഹസൻ. ഇയാളെ പേര് ഹസൻ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ രണ്ടാളുടെ ഇംഗിതം ഉള്ളിലുള്ളത് എന്ത് ചെയ്തു, പരസ്പരം അറിഞ്ഞു. അതിനുള്ള മാധ്യമം അതാണ് എന്ത്, ഭാഷ, ലിസാൻ. അതേപോലെ തന്നെ പിന്നെ ഈ ലഹജകൾ, ഉപഭാഷകൾ. ഇപ്പൊ വിശുദ്ധ ഖുർആൻ അവതീർണമായത് എത്ര ഹറഫുകളിൽ എന്നാണ്? എന്താ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉൻസിലൽ ഖുർആനു അലാ സബ്അതി അഹ്റുഫിൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് 7 ഹർഫുകളിൽ എന്നാണ്. 7 ഹർഫുകളിൽ. അതുകൊണ്ട് അതിൽ തരപ്പെട്ടത് ഓതാൻ പറഞ്ഞു. അതിൽ അളവുണ്ട്. പിന്നീട് ഈ പിന്നെ പാരായണം ഏകീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് വേറെ വിഷയം. ഇപ്പം നമ്മൾ അറബി ഭാഷയിൽ താൽ അല്ലെങ്കിൽ അഖ്ദിം, അഖ്ബിൽ എന്ന് പറയും. അഖ്ബിൽ എന്താ, വരൂ അല്ലേ? അറബികൾക്ക് പല പിന്നെ ഗോത്രങ്ങൾ, അവർക്കൊക്കെ ഈ അഖ്ബിൽ, വരൂ എന്നതിന് ചിലർ താൽ എന്ന് പറയും, ചിലർ പിന്നെ അഖ്ദിം എന്ന് പറയും, ചിലർ അസ്രിയ എന്ന് പറയും, അസ്രിയ. ചിലർ ഹലും, എന്താ ഹലും, ഹലുമ്മ, ഹലുമ്മ എന്ന് പറഞ്ഞാൽ നീ വരൂ എന്നാണ്. ഹലുമ്മു, ഹലുമ്മു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലുമ്മു ഇല പിന്നെ തഹാറത്തിക്കും, ശുദ്ധി വരുത്താൻ വരൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? അഖ്ബിൽ, തആൽ, അഖ്ദിം, അസ്രിയ, ഹലും. ഇതൊക്കെ എന്താണ്? ഒരേ ആശയത്തിൽ വിവിധ പദങ്ങളാണ്. അറബികൾക്ക് പിന്നെ ഈ ഭാഷാ വൈവിധ്യം പല ഗോത്രങ്ങൾക്കും ഉണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഹൽ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, ഹൽ മിനൽ ബിർരി, പുണ്യമാണോ, അസ്സിയാമു, നോമ്പെടുക്കൽ, ഫി സഫർ, യാത്രയിലെന്നാണ്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത് യമനിയാണ്. അപ്പോൾ യമനി അവർക്ക് ഈ അല്ലില്ല, അൽ പ്രയോഗിക്കില്ല. അതിന് പകരം പിന്നെ എന്നാ പ്രയോഗിക്കുക. അപ്പോൾ എന്താ ചോദിച്ചത്? ആമിനം ബിർറും ഫിം സിയാമിൻ ഫിം സഫർ, അങ്ങനെ ചോദിച്ചു റസൂലുള്ളാഹിനോട്. അപ്പോൾ ലൈസം ബിർറും സിയാമു ഫിം സഫർ, റസൂലുള്ളാഹി അതേപോലെയാണ് പ്രതികരിച്ചത്. അല്ല് പറഞ്ഞില്ല, അവരെ മാതിരി സുക്കൂനായ മീൻ പ്രയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത് പ്രതികരിച്ചത്. അറബികൾക്ക് എന്തുണ്ട്, പിന്നെ ഭാഷകൾ, അവരുടെ പല ഗോത്രങ്ങൾ. ഇപ്പോൾ അറബികൾ ഖുറൈശികളുണ്ട്, ഹുദൈലികളുണ്ട്, ഹവാസിൻ, ഇങ്ങനെ പല ഗോത്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരേ ആശയം ധ്വനിപ്പിക്കുന്ന പല പദപ്രയോഗങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അതൊക്കെ വകവെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അറബികൾ ഉമ്മികളാണ്. അവർക്കെന്തില്ല, ഈ എഴുത്ത് ഉണ്ടല്ലോ, വായനാശീലമല്ല, അതേസമയം മനപ്പാടാക്കാനുള്ള കഴിവാണുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കാനും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനും അറബികളുടെ എല്ലാ ഭാഷകളെയും എന്ത് ചെയ്തിട്ടുണ്ട്, വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പരിഗണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ തരപ്പെട്ടത് ഓതാനുള്ളവുമുണ്ട്. അത് അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പലരുടെയും ഓത്തിന്റെ സന്ദർഭത്തിൽ സംബന്ധിച്ചൊരു വിഷയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ 7 ഹർഫുകളിൽ, 7 ഹർഫുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഭാഷകളിൽ, അറബിയിലുള്ള 7 ഭാഷയിൽ അല്ലെങ്കിൽ ഉപഭാഷയിൽ അവതീർണമായി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അൽസിനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷ, ഉപഭാഷ, അത് വിശുദ്ധ ഖുർആന്റെ അവതീർണതക്ക് പരിഗണിച്ചിട്ടുണ്ട്. ഖുറൈശികളുടെ ഭാഷ, അതിൽ ഖുറൈശികളുടെ ഉണ്ടല്ലോ, ഖുറൈശി ഗോത്രം അവലംബിച്ചിരുന്ന ഭാഷ, അതിനെയാണ് അടിസ്ഥാനമാക്കിയത്. എന്നാൽ മറ്റു ഉപഭാഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആന്റെ വിഷയത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അറബികൾ വേഗം മനപ്പാടമാക്കാൻ വേണ്ടി ഒക്കെ ആയിട്ട്. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒരിക്കൽ
അറബികളിൽ മുദരികളുണ്ട്, കഹ്താനികളുണ്ട്. മുദരികൾ ആരാ? അദ്നാനികൾ. അദ്നാനികൾ പിന്നെ കഹ്താനികൾ. അദ്നാനികളിലാണ് ആര്? അദ്നാനികളിലാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഇവരൊക്കെ അദ്നാനികളാണ്. കഹ്താനികൾ ആരാണ്? ആര്? ഔസ്, ഖസ്റജ് ഗോത്രക്കാർ, യമനികൾ, പിന്നെ ഖുദാ ഗോത്രം, പിന്നെ ഈ ഗസാനികൾ, ഇങ്ങനെയുള്ള ഈ യമൻ ഗോത്രക്കാർ, അസ്ദികൾ, ഇങ്ങനെയുള്ള യമൻ ഗോത്രക്കാർ. അപ്പോൾ പിന്നെ ഒരിക്കൽ ഒരു ഖലീഫയുടെ മുമ്പിൽ യമനികളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ഒരാൾ അഭിമാനം പറഞ്ഞു. ഞങ്ങളുടെ ഭാഷയാണ് ഖുർആൻ അവതീർണതയ്ക്ക് പരിഗണിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഖലീഫ ഒരു മുദരി വന്നു. മുദരി ആരാണ്? അദ്നാനിയാണ്. അദ്നാനി വന്നു, മുദരി വന്നു. ആ മുദരിയോട് പറഞ്ഞ്, ഇതാണ്ടോ ഈ യമനി പറയണ കേട്ടോ, ഓരോ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന്. എനിക്കെന്തെങ്കിലും അതിന് പ്രതികരിക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഖലീഫൻ്റെ മുമ്പിൽ നിന്ന് ഈ അദ്നാനി, മുദരി, നിങ്ങളെ ഭാഷയിൽ വെർലിന് എന്താ പറയുന്നത് ചോദിച്ചു. വെർലിന്. അപ്പോൾ യമനികളുടെ ഭാഷയിൽ വെർലിന് ഷനാത്തിർ എന്നാ പറയുക. ഷനാത്തിർ എന്ന് പറഞ്ഞാൽ വെർല്. ചെവിക്ക് സന്നാറാത്ത് എന്നാ പറയുക. സന്നാറാത്ത്. അപ്പോൾ സന്നാറാത്ത് എന്ന് പറഞ്ഞാൽ ചെവികൾ, ഷനാത്തിർ എന്ന് പറഞ്ഞാൽ വിരലുകൾ. അപ്പോൾ ഖലീഫൻ്റെ മുമ്പിൽ നിന്ന് ഈ അദ്നാനി, മുദരി യമനോട് ചോദിച്ചു എന്നാണ്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഫജഅലു അസാബിഅഹും ഫി ആദാനിഹിം എന്നാണോ പറഞ്ഞത്? അതല്ല ഫജഅലു ഷനാത്തിറഹും ഫി സന്നാറാത്തിഹിം എന്നാ പറഞ്ഞത്. ഏതാ പറഞ്ഞത്? ഷനാത്തിർ എന്നുള്ളത് യമനികളുടെ ഭാഷ, അദ്നാനികളുടെ ഭാഷ അസാബിയ, വിരലുകൾ. അസാബിയ. ഷനാത്തിർ എന്നുള്ളതിന് ഇത് യമനികളുടെ ഭാഷയാണ്. അറബികളുടെ ഭാഷ അസാബിയ. ഇത് സന്നാറാത്ത്. സന്നാറാത്ത് ആദാൻ. അതല്ല ചെവികൾ. ആദാൻ, ചെവികൾ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? ജഅലു അസാബിഅഹും ഫി ആദാനിഹിം എന്നാണ്. അവരവരുടെ കാതുകളിലേക്ക് അവരുടെ വിരലുകൾ കയറ്റി എന്നാണ്. ആരുടെ വിഷയത്തിലാണ് പറഞ്ഞത്? ആരുടെ വിഷയത്തിലാണ് പറഞ്ഞത്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിനോട് ഖൗമ് പ്രതികരിച്ചത് അങ്ങനെയാണ്. വിരല് മുഴുവൻ എന്ത് ചെയ്തു? അവർ കാതിൽ തിരികിയിട്ട് കേട്ടില്ല, അതിന് പിന്തിരിഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫജഅലു അസാബിഅഹും ഫി ആദാനിഹിം എന്നാണ്. എന്ത് പറഞ്ഞിട്ടില്ല? ഫജഅലു ഷനാത്തിറഹും ഫി സന്നാറാത്തിഹിം എന്ന് പറഞ്ഞിട്ടില്ല. അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഖലീഫന്റെ മുമ്പിൽ വെച്ചിട്ട് ആ യമനെ ആണ്ട് പൊളിച്ചു എന്നുള്ളതാണ്. വേറെ കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? യമനിയാണോ അതല്ല അദ്നാനിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്നാനിയാണ്. ഖലീഫ ആരാണ്? ഇരിക്കുന്ന ഖലീഫ അദ്നാനിയാണ്. അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. ഏതായാലും ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാഷകളുടെ വൈവിധ്യം, ഉപഭാഷകൾ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. ആയത്തുകളിൽ പെട്ടതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? ഒരു ഭാഷയെ ചവിട്ടി തേച്ച് വേറൊരു ഭാഷയെ പോക്കേണ്ടതില്ല. അറബി ഭാഷ ശരിയാണ്, ഭാഷകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. വിശുദ്ധ ഖുർആൻ്റെ ഭാഷയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയാണ്, ഹദീസുകളുടെ ഭാഷയാണ്. ദീൻ നമുക്ക് നമ്മുടെ ഇഹപര രക്ഷയ്ക്ക് ദീൻ ഉൾക്കൊള്ളാൻ അറബി ഭാഷ അറിയൽ അനിവാര്യമാണ്. അതൊക്കെ പറയുക എന്നുള്ളതല്ലാതെ ഈ ഭാഷകൾ ഉണ്ടല്ലോ, ഇന്ന ഭാഷ മോശം, ഇന്ന ഭാഷ അത് ശരി, ആ രീതിയിലുള്ളൊരു പക്ഷം പിടിക്കലിൻ്റെയോ ചില ഭാഷയുടെ വിഷയത്തിൽ സങ്കുചിതത്തിൻ്റെയോ ഒരു ആവശ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരെ അയച്ച എന്താ പറഞ്ഞത്? വമാ അർസൽനാ മിർ റസൂലിൻ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്നാണ്. എന്താ ഇല്ലാ ബിലിസാനി ഖൗമിഹി? അദ്ദേഹത്തിന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ. നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു, റസൂലുമാരെ അയച്ചത് അവരുടെ ഭാഷയിലാണ്, അറബി ഭാഷയിലല്ല. അതാത് ജനതയുടെ ഭാഷ ഏതോ ആ ഭാഷയിൽ അയച്ചു എന്നാണ്. അറബിയിൽ ആകെ 4 നബിമാരെ വന്നിട്ടുള്ളൂ. അറബികളായിട്ട് ആരാ 4 നബിമാർ? സാലിഹ്, ഹൂദ്, പിന്നെ ഷുഐബ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് അറബികളായിട്ടുള്ള
നബിമാർ. ഏ? പിന്നെ അതുകൊണ്ട് തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു ഭാഷകൾ പ്രയോഗിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ. ഉം. പേർഷ്യൻ ഭാഷയിലെ പ്രയോഗങ്ങൾ റസൂലുള്ള നടത്തിയത്, ഹബശക്കാരുടെ ഭാഷയിലെ പ്രയോഗങ്ങൾ നടത്തിയത്. റസൂലുള്ള അനറബി ഭാഷ പഠിക്കാൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള പിന്നെ സുറിയാനി ഭാഷ പഠിക്കാൻ, അന്ന് ബൈബിൾ സുറിയാനി ഭാഷയിൽ, സുറിയാനി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ബിൻ ഹാരിസയെ നിശ്ചയിച്ചു. എന്നിട്ട് സെയ്ദ് ബിൻ ഹാരിസ 15 ദിവസം കൊണ്ട് സുറിയാനി ഭാഷ പഠിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ഈ ദൂതന്മാർ അവരിൽ നിന്ന് പിന്നെ സെയ്ദ് ബിൻ സാബിത്ത് പിന്നെ അവരുടെ ഭാഷകൾ പഠിച്ചു. അങ്ങനെ പേർഷ്യൻ ഭാഷ പഠിച്ചത്, റോമക്കാരുടെ ഭാഷ പഠിച്ചത്, റസൂലുള്ളാഹിന്റെ ചില വൃത്യരിലൂടെ പിന്നെ ഈ ഹബശ ഭാഷ പഠിച്ചത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഷകൾ ഏതായിട്ടുണ്ടെങ്കിലും അതൊരു അമൂല്യമായ സ്വത്താണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭാഷകൾ പഠിക്കുക എന്നുള്ളത് ഒരു പിന്നെ വലിയ കാര്യമാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം എന്ന നിലക്ക് എന്ത് ചെയ്യണം, അള്ളാഹു ഉണർത്തുന്ന ഒരു വിഷയമാണ്. ഇഖ്തിലാഫു അൽസിനത്തിക്കും. പിന്നെ ഒന്ന് ഈ അൽസിനത്ത് ശബ്ദമാണ്. ശബ്ദങ്ങളുടെ വ്യത്യാസം. എല്ലാ മനുഷ്യന്മാരുടെയും ശബ്ദം ഒരുപോലെയാണോ? അല്ല, എല്ലാവർക്കും ശബ്ദം വ്യത്യസ്തമാണ് അല്ലേ ഡോക്ടർ? അല്ലേ? ഈ ബസ്മ ഉണ്ടല്ലോ, അല്ലേ, ഞാനൊരു തഫ്സീറിൽ വായിച്ചാണ്. കുറച്ച് സൂക്ഷ്മമായിട്ടുള്ളൊരു വായനയിൽ നമ്മൾ ബസ്മ എടുക്കൂലേ, ബസ്മയിലൂടെയുള്ള ഇത് ഒരു പ്രിൻ്റ് അല്ലേ, അതിലേറെ ആളെ തിരിച്ചറിയാനുള്ള ബസ്മ ശബ്ദമാണെന്നാണ് പറയുന്നത്. ശരിയാണോ? നമ്മൾ ഫിംഗർ വെക്കുമല്ലേ, ഇതിലേറെ വ്യക്തികളെ തിരിച്ചറിയാനുള്ള അടയാളം ശബ്ദമാണ്. ഓരോ വ്യക്തിയുടെയും ശബ്ദം മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യരും അത് മനുഷ്യരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. മനുഷ്യന്മാരുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആളെന്നുള്ളത് ചിലർക്ക് കഴിയും. അതേസമയം പിന്നെ ഈ നമ്മൾ പിന്നെ കാലികളുടെ ശബ്ദം ഉണ്ടല്ലോ, കാലി അലർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന കാലിയെന്ന് പറയാൻ കഴിഞ്ഞോളുന്നില്ല. ശരിയാണ്, നമ്മളൊരു കാലിനെ അവിടെ കെട്ടിയിട്ട് അത് കരയാണെങ്കിൽ അത് നമ്മളെ കാര്യമെന്ന് പറയാൻ പറ്റും. അതേസമയം നമ്മളറിയാത്ത രീതിയിൽ ഒരു കാലി എവിടെന്നെങ്കിലും മറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യമെന്ന് പറയാൻ പറ്റില്ല. മൃഗങ്ങൾക്കൊന്നും എന്തില്ല, ആ ഒരു പിന്നെ ഇതില്ല, വ്യതിരക്തത പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ ഒരു പഠനം വായിച്ചതിൽ എൻ്റെ ഒരു അനുഭവം പറയണം, അല്ലാതെ എനിക്കിപ്പോൾ അതിൽ ഞാൻ ആ വിഷയത്തിലൊരു ശാസ്ത്രജ്ഞനല്ല, പെടുവല്ല. പക്ഷേ മനുഷ്യരുടെ ശബ്ദം ഉണ്ടല്ലോ, ഒരാളിൽ നിന്നും എന്താണ് പിന്നെ ഒരാളുടേത് അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ വിരലടയാളത്തേക്കാൾ തിരിച്ചറിയാനുള്ള അടയാളം ശബ്ദമാണ് എന്നാണ് ചിലർ അതിൽ പ്രവചിച്ചിട്ടുള്ളത്. വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ശബ്ദങ്ങളുടെ വ്യത്യസ്തത. അത് മിൻ ആയാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാവാത്തിൻ്റെ സൃഷ്ടിപ്പ്, അതേപോലെ ഭൂമിയുടെ സൃഷ്ടിപ്പ്, അത് ദൃഷ്ടാന്തമാണ് എന്നതിലേക്ക് ചേർത്താണ് ഇതിനെ എണ്ണിയിട്ടുള്ളത്. അല്ലേ? അൽസിനത്തിൻ്റെ വ്യത്യസ്തത, അതേപോലെ തന്നെ അൽവാനിൻ്റെ വ്യത്യസ്തത എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു മഹാസംഭവമാണ്. പക്ഷെ നമ്മുടെ ഈ കൊച്ചു ചെറിയ പഠനത്തിൽ, അതേപോലെ തന്നെ ചെറിയ പിന്നെ ഗ്രാഹ്യതയിൽ അത് എന്തൊക്കെയോ എന്നുള്ളത് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പിന്നെ ഇവിടെ അത് ഓർക്കേണ്ടത് ഭാഷകളെക്കുറിച്ച് ചോദിച്ചു. ഇന്ത്യയിൽ എത്ര ഭാഷ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ മാലിക റഹ്മത്തുള്ളാഹി അലൈഹി, പിന്നെ അദ്ദേഹം ഒരു എണ്ണം പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ ഭാഷകളുടെ എണ്ണം 25 എന്ന് പറഞ്ഞപ്പോൾ എല്ലാക്കത് ഹജ്ജർത്ത വാസിയാണെന്നുള്ള ഹദീസ് ഉദ്ധരിച്ച് അതിനോട് പ്രതികരിച്ച് അല്ലാഹു മഗ്ഫിർ ലഹു വർഹം. ഞാനിങ്ങനെ വയ്ക്കണേ പിന്നെ ഒരു എന്നും അദ്ദേഹത്തെ ഓർക്കാൻ, അദ്ദേഹം ഇവിടുന്ന് പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഇന്ന് നമ്മൾ ഈ ആയത്ത് ഓതുമ്പോഴൊക്കെ അല്ലേ മാലിക്കാനും ഓർക്കും.
അതേപോലെ തന്നെ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു അറാബിനോട് പറഞ്ഞതാണ്, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ വലാ തർഹം മഅനാ അഹദ. അള്ളാഹു എന്നോടും മുഹമ്മദിനോട് കരുണ കാണിക്കണമേ, ഞങ്ങളോടുകൂടെ കൂടെ ആരോടും കരുണ കാണിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് വസിയത്ത് കുല്ല ഷൈ, എല്ലാത്തിനും വിപുലമായ വിശാലമായ റഹ്മത്താണ്. അത് രണ്ടാൾക്കിടയിൽ പരിമിതപ്പെടുത്തുക പറഞ്ഞാൽ ആ ഹദീസ് ഉദ്ധരിച്ച്. പക്ഷെ ആ ഹദീസ് പറയുമ്പോഴൊക്കെ ഇനി നമുക്ക് പ്രാർത്ഥനാപൂർവം ഓർക്കാനൊരു പിന്നെ ആളാണ് മുഹമ്മദ് അലിക്ക. അള്ളാഹു ഒരു വ്യക്തിനോട് ഖൈർ ഉദ്ദേശിച്ചാൽ, ഇതാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ, ഒരു ദാസനോട് അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു എന്നാണ്. ഇസ്തഅമല എന്ന് പറഞ്ഞാൽ ഒരു നല്ലത് ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തെ, നല്ലൊരു സ്വഭാവത്തിന് നല്ലൊരു കാര്യത്തിന് അള്ളാഹു അദ്ദേഹത്തെ ഒരുക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ ഇസ്താമിലുഹു അല്ലെങ്കിൽ കൈഫ ഇസ്താമലഹു. ഇസ്താമല എന്നാണല്ലോ നല്ലത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറയാണ്, മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ലത് ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് ഒരു ഉദവി, ഒരു എളുപ്പം നൽകും. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു നല്ലത് ചെയ്യാം. അപ്പം നമ്മൾ ഈ ബോർഡ് മാറ്റാൻ ഉണ്ടല്ല ഒരു ചർച്ച വന്നു. ചിലർ പറഞ്ഞു ബോർഡ് നമുക്ക് മാറ്റാം, നമ്മളത് പിന്നെ അതെന്താ കാരണം? അപ്പം മാലിക്ക ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ ബോർഡ് നമുക്ക് മാറ്റേണ്ട, എഴുത്ത് ക്ലിയർ ഇല്ല, മായണില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മാറ്റാൻ വേണ്ടി ആരത്താണ് വണ്ടി ഒക്കെ അന്വേഷിച്ച് ഞാൻ അത് മാറ്റാൻ മൂപ്പര് തയ്യാറായി. അത് തയ്യാറായിട്ട് മൂപ്പര് പോയതാണ്. ആ ചർച്ച കേട്ടപ്പോൾ ഒരാളെന്ത് ചെയ്തു, അത് എന്നാൽ നമുക്കത് മാറ്റാമെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റെടുത്തു. ചില അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി, ഒരു നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ അത് ചെയ്തവനെ പോലെയാണ്. ഇപ്പം മമ്മാലിക്കാക്ക് ചെയ്യാനുള്ള ഒരു ആയുസ്സും അവസരം ഉണ്ടായില്ല, പക്ഷേ അത് ചെയ്ത ഒരാളുടെ പുണ്യം അത് ഏറ്റിയാണ് മമ്മാലിക്ക പോയത്. കുറേ നന്മകളുടെ ഓർമ്മകളിൽ മമ്മാലിക്ക യാത്രയായി. കുറേ പഠനവേദികളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒരു സജീവ പങ്കാളിയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രതിഫലം മഹത്തരാക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരനായി, അഹിലുകാരനായി അള്ളാഹു അദ്ദേഹത്തെ പരലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളും യാത്രയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിലൊരു യാത്രയ്ക്ക് നമുക്ക് അവസരം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗഫറല്ലാഹു ലഹു വറഹിമ. അവിടെ നമ്മൾ വഖ്തിലാഫു അൽസിനതികും വ അൽവാനിക്കും നമ്മൾ പറഞ്ഞേ. ഇനി ഇവിടെ അൽസിനത്ത് പോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ അൽവാൻ. അൽവാൻ എന്നുള്ളത് ലൗനിൻ്റെ ബഹുവചനാണ്. ലൗൻ അൽവാൻ. ലൗൻ എന്ന് പറഞ്ഞാൽ വർണ്ണം, നിറം. തലവ്വന യതലവ്വൻ, നിറം മാറണെന്ന് പറയും. ഇയ്യാക വത്തലവ്വുൻ ഫിദ്ദീൻ, ദീനിൽ നീ തലവ്വിന് സൂക്ഷിക്കണമെന്ന് പറയും. തലവ്വുൻ എന്നാണ് നിറം മാറൽ. ദീനിൽ നിറം മാറുക എന്നാണ് എന്താ? ദീനിൽ നിറം മാറുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടം ചാടി മാറിക്കളിച്ച് നടക്കുക ആദർശത്തിൻ്റെ വിഷയത്തിൽ. ലൗൻ അൽവാൻ. അൽവാനിക്കും, നിങ്ങളുടെ ലൗനുകളുടെ ഇഖ്തിലാഫ്, അതിലും എന്തുണ്ട്? പിന്നെ വൈവിധ്യം, അതിലും എന്തുണ്ട്? അതും എന്താണ്? മിൻ ആയാതിഹിന, നിറങ്ങളുടെ വ്യത്യസ്തത, അത് വ്യക്തമാണല്ലേ. തൊലിപ്പുറത്തിൻ്റെ മാത്രം ഒരു വിഷയമല്ല അല്ലേ. തൊലിപ്പുറം എല്ലാവരുടേതും ഒരുപോലെ അല്ല. ഈ ശബ്ദത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെയാണ് തൊലിപ്പുറത്തിൻ്റെ വിഷയം അല്ലേ. തൊലിപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്വക്കിൻ്റെ മാത്രം ഒരു നിറാണോ? അല്ലല്ലോ. നമുക്ക് കണ്ണിനൊക്കെ നിറല്ലേ ഡോക്ടർ? മനുഷ്യരിൽ വർണ്ണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അത് തൊലിപ്പുറത്തിൻ്റെ മാത്രം ഒരു വിഷയമല്ല. മനുഷ്യന്മാരിൽ വെളുത്തവരും കറുത്തവരും നിറം മങ്ങിയവരും ഒക്കെ ആയിട്ട് പിന്നെ വ്യത്യസ്തങ്ങളാണ് മനുഷ്യന്മാരുടെ വർണ്ണങ്ങൾ. ഇതും ഈ ബസ്മൻ്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ അല്ലേ. വർണ്ണങ്ങളുടെ വ്യത്യസ്തത ആളുകളെ തിരിച്ചറിയാൻ ഈ പിന്നെ വിരലത്തുണ്ടല്ലോ, അതിൻ്റെ അടയാളത്തേക്കാൾ വലിയ അടയാളമാണ് എന്നാണ്.
ബസ്മയേക്കാൾ വലിയ അടയാളമായിട്ട് പിന്നെ ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്, ശാസ്ത്ര ലോകത്ത് പണ്ഡിതന്മാരുണ്ട്. ചില തഫ്സീറുകൾ അത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഇത് പറഞ്ഞതിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. നിറങ്ങളുടെ വ്യത്യസ്തത മിൻ ആയാത്തിഹി, അല്ലേ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എങ്കിൽ ഈ നിറത്തിൻ്റെ പേരിൽ, അല്ലേ, അതിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വായിക്കുകയും അള്ളാഹു തന്നതിൽ അള്ളാഹുവിന് ശുക്രുള്ളവരാകുകയാണ് വേണ്ടത്. പക്ഷേ ഈ വർണ്ണവെറി എന്ന് പറയുന്നത്, വർണ്ണവെറി, അതേപോലെ തന്നെ ചില നിറങ്ങളോടുള്ള പിന്നെ പക്ഷം പിടിക്കലും ചിലതിനോടുള്ള പുച്ഛവും, ഇതൊക്കെ ഒരു ഇന്നത്തെ വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്തൊരു വിഷയമാണ്. അബൂദർ അൽ ഗിഫാരി റബ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് പാർത്തിയിരുന്നു. അപ്പോൾ അബൂദർ അൽ ഗിഫാരിയും അദ്ദേഹത്തിൻ്റെ ഒരു ഖാദിം ഉണ്ടായിരുന്നു. ആ ഖാദിമും ഒരേ ഡ്രസ്സിൽ. അപ്പം എന്താണ് പിന്നെ രണ്ടാൾക്കും ഒരേ ഡ്രസ്സ്. അപ്പോൾ അബൂദർ അൽ ഗിഫാരി പറയാണ്, അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അബൂദർ അൽ ഗിഫാരി, ഗിഫാർ ഗോത്രക്കാരന്, അദ്ദേഹം വെളുത്ത് സുന്ദരനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് യബ്ന സൗദ എന്ന് പറഞ്ഞു. യബ്ന സൗദ, ഇബ്ന സൗദ, സൗദ എന്നാണ് സൗദ. ഇത് അസ്വദ്, അൽ അസ്വദ് എന്നതിൻ്റെ പിന്നെ സ്ത്രീലിംഗാണ് സൗദ. കറുത്ത തൊലിപ്പുറമുള്ള സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ ഭാര്യ സൗദ ഉണ്ട്. അതെന്താ? അത് സൗദത്താണ്. സൗദ നേതാവ് എന്നർത്ഥത്തിൽ, നേതാവ് എന്നർത്ഥത്തിലാണ് സൗദ. അസ്വദ്, സൗദ. ഇത് സൗദ, തൊലിപ്പുറം മങ്ങി കാണപ്പെടുന്ന സ്ത്രീ എന്നർത്ഥത്തിൽ. അപ്പം ഇബ്ന സൗദ എന്നാണ് വിളിച്ചത് ബിലാൽ അടിമയാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിയിട്ട് പറഞ്ഞത്, ഇന്ന അബൂദർ ഇങ്ങനെ വിളിച്ചു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ദേഷ്യത്താൽ, ഈ റുമ്മാൻ അതിൻ്റെ കുരുണ്ടല്ലോ, അതുപോലത്തെ അടയാളങ്ങൾ കണ്ടു എന്നാണ്. ദേഷ്യം കൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് ഇങ്ങനെ ചുവപ്പ് അടയാളങ്ങൾ, അത്ര ദേഷ്യപ്പെട്ടു എന്ന് ബിലാൽ ചെന്നത് പറഞ്ഞപ്പോൾ എന്നെങ്ങനെ വിളിച്ചു വന്നു. അപ്പോഴത്തേക്ക് അബൂദർ ഗിഫാരിക്ക് മനസ്സിലായി, അദ്ദേഹം ഓടിച്ചു വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. അപ്പോൾ റസൂലുള്ള പറയാണ്, അയ്യർതഹു ബി ഉമ്മിഹി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. അദ്ദേഹത്തിൻ്റെ ഉമ്മനെ ഉദ്ധരിച്ച് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചോ? ഇങ്ങനെ നിങ്ങളുടെ ജാഹിലിയത്ത്, ഇസ്ലാമിൻ്റെ മുമ്പത്തെ ആ കാടൻ സംസ്കാരം അത് ഇനിയും ശേഷിക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. അബൂദർ പറയാണ്, റസൂലുള്ളാഹിന്റെ ആ ഭാവം, പിന്നെ ഈ പ്രതികരണം, അതിനേക്കാൾ നല്ലത് ഒരു വാളെടുത്തിൻ്റെ തല കൊത്തുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അബൂദർ വേഗം നിലത്തവിടെ വീണ്, നിലത്ത് വീണിട്ട് മുഖം അബൂദർ മണ്ണിൽ വെച്ച്, എന്നിട്ട് ബിലാലിനോട് ചവിട്ടാൻ പറഞ്ഞു, പ്രതിക്രിയ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഗഫറല്ലാഹു ലക അബൂദർ, അബൂദർ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തൊരു മുഖത്ത് ഞാൻ ചവിട്ടുകയോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു എന്ന്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം ഉണ്ടല്ലോ, വളരെ ഗൗരവത്തിൽ ആണ് കണക്കിലെടുത്തത്. സാഹിർ എന്ന പേരിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സാഹിർ, ഒരു അറാബി. അദ്ദേഹം പിന്നെ തൊലിപ്പുറം പറ്റെ മങ്ങി കറുത്ത ഒരു ആളായിരുന്നു. ഒരു ഗ്രാമീണ അറബിയായിരുന്നു, ഗ്രാമീണ വ്യക്തിയായിരുന്നു. ഇങ്ങനെ അപ്പോൾ ഈ എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് വരും, അങ്ങാടിയിലേക്ക് വരും, ഗ്രാമീണതയിൽ വിളയുന്ന വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ വരും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വിൽക്കുകയാണ്. അദ്ദേഹം വരുമ്പോൾ എന്ത് ചെയ്യും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ അവിടെ വിളയുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ റസൂലുള്ള ഇവിടുന്ന് എന്ത് ചെയ്യും, മദീനയിലുള്ള വിഭവങ്ങളുണ്ടല്ലോ അത് അങ്ങോട്ട് കൊടുത്തയക്കുകയും ചെയ്യും. അപ്പോൾ റസൂലുള്ള പറയാറുണ്ട്, സാഹിർ
ബാദിയത്തുന നഹ്നു ഹാദിരിയത്തുഹു, അല്ലെങ്കിൽ ഹാദിറത്തുഹു. നമ്മുടെ ബാദിയത്താണ് സാഹിർ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹാദിറത്തുമാണ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പട്ടണവാസികൾ, നഗരവാസികൾ, ഇദ്ദേഹം ഗ്രാമീണർ. അപ്പോൾ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എത്തിക്കുന്ന ആളാണ് സാഹിർ. ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഗ്രാമത്തിലേക്ക് കൊടുത്തയക്കുന്ന ആളാണ് നമ്മളെന്ന് പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇങ്ങനെ ഒരു നല്ല തൊലിപ്പുറം കറുത്ത് കാണപ്പെട്ടൊരു വ്യക്തിയായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം കച്ചവടം ചെയ്യാണ് മാർക്കറ്റിൽ. റസൂലുള്ള ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ റസൂലുള്ള പിന്നിന്ന് ചെന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടിയിൽ പിടിച്ച്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ്, മൻ യശ്തരി ഹാദൽ അബ്ദ്, ഈ അടിമനെ ആര് വാങ്ങുമെന്ന് ചോദിച്ചു. റസൂൽ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ റസൂലിനെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല, പിന്നല്ലേ പിടിച്ചത്. അപ്പൊ ദാനി എന്നെ വിടു നട്ട് ഇങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തണുത്ത്. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് പറയണത്, റസൂലെ നിങ്ങൾ എന്നെ വിളിക്കുകയാണ് എങ്കിൽ തറാനി കാസിദൻ എന്ന് പറഞ്ഞാൽ, കാസിദ് എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടച്ചരക്ക് വിറ്റാ കാശ് കിട്ടാത്ത സാധനം. നിങ്ങൾ എന്നെ വിറ്റിട്ടുണ്ടെങ്കിൽ നായ പൈസ കിട്ടൂല, ഞാനൊരു കാസിദാണ്, വിറ്റ് പോകാത്ത ചരക്കാണ് എന്ന് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാണ് റസൂൽ ഇത് ചെയ്ത്, ബൽ അൻത ഇൻദല്ലാഹി ഗാലിൻ ബൽ അൻത ഇൻദല്ലാഹി ലൈസ ബികാസിദ്, അങ്ങ് അള്ളാന്റെ അടുക്കൽ ഒരിക്കലും കാസിദല്ല, വിറ്റുപോകാത്ത ചരക്കല്ല. അല്ലെങ്കിൽ ഒരു നിവേദനത്തിൽ അൻത ഇൻദല്ലാഹി ഗാലിൻ, അങ്ങ് അള്ളാന്റെ അടുക്കൽ ഗാലിനാണ്. എന്താ ഗാലിൻ എന്ന് പറഞ്ഞാൽ വില കൂടിയ മുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉറക്കനെ പറഞ്ഞു എന്നാണ്. പിടിച്ച റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ പിടിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചേർന്ന് നിന്നു എന്നാണ് ആ സംഭവത്തിൽ ഉള്ളത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഈ വർണ്ണ വെറിയുടെ ഈ വിഷയം ഉണ്ടല്ലോ, അതിനെ അതിശക്തമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആയത്തിൽ ഇതിൻ്റെ കുറേ മാതൃകകളും. നമ്മൾ ഈ ഖുലഫാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ, ഖലീഫന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹീതനായ ഒരു ഖലീഫയായിരുന്നു അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അൽ വലീദ് എന്ന് പറയുന്ന ഖലീഫ, അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ മൂത്ത മകൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൂത്ത മകനാണ് അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ദഹബി ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം അസ്മർ എന്ന് പറഞ്ഞാൽ തൊലിപ്പുറം കറുത്ത് കാണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അതിൽ ജുദൈരിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ജുദൈരി എന്ന് പറഞ്ഞാൽ ഈ വസൂരി അല്ലെങ്കിൽ ആച്ചിക്കൻ ബോക്സ്, അതിൻ്റെ അടയാളമുള്ള തവീലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. പ്രകൃതി എങ്ങനെയായിരുന്നു ഇമാം ദഹബി സിയറിലും താരീഖിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം. പക്ഷേ നമ്മൾ ഈ ഖുലഫാക്കളുടെ ചരിത്രം വായിക്കുമ്പോണ്ടല്ലോ, ഈ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഇസ്ലാമിക രാഷ്ട്രം ഏറ്റവും വിസ്തൃതി പൂണ്ടത്. ഇസ്ലാമിൻ്റെ പടിഞ്ഞാററ്റം സ്പെയിൻ കഴിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് മുട്ടി. ഇവിടെ കിഴക്ക് ഹിന്ദ് ഒക്കെ സിന്ധ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ചൈനയുടെ വൻമതിൽ ഇതല്ല, അതിനപ്പുറത്തേക്ക് ഇസ്ലാം വ്യാപിച്ച ഈ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത്. അതല്ല ഏറ്റവും പ്രധാനം, അദ്ദേഹം രണ്ട് ഹറമുകൾ മക്ക മദീന ഹറമുകളുടെ വിഷയത്തിൽ, മദീന ഹറം പ്രത്യേകിച്ച് 200 മുഴം 100 മുഴത്തിൽ നിന്ന് 200 മുഴം വീതിയും നീളവും അത്ര എന്ത് ചെയ്തു, മസ്ജിദ് നബവിയെ വിപുലീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വിപുലീകരണത്തിലാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ റൂമുകളൊക്കെ ഹുജറകളൊക്കെ അവിടുന്ന് എടുക്കപ്പെടുകയും
എന്നിട്ട് ആ ഭാഗത്തേക്ക് മസ്ജിദ് നബവി വികസിപ്പിക്കുകയും ചെയ്തത്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഗവർണർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ അദ്ദേഹം ചെയ്തു. മക്കത്തെ ഹറമും മത്താഫൊക്കെ ശരിക്ക് അദ്ദേഹമാണ് ശരിക്ക് തവാഫിനുള്ള ഒരു അവസരം ശരിയാക്കിയത്. മാത്രമല്ല 2 ഹറമുകളിലേക്കുമുള്ള വഴികൾ തരപ്പെടുത്തുകയും ഈ വഴികളിൽ സിഗ്നലുകൾ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ ഹറമുകളിലേക്ക് വരുന്നവർക്കുള്ള ഈ ഇതുണ്ടല്ലോ സത്രങ്ങൾ, താമസ സ്ഥലങ്ങൾ, അത് സ്ഥാപിക്കുകയും സ്ട്രീറ്റ് ലൈറ്റുകൾ ഹറമുകളിലേക്ക്, ഹിജാസിലെ റോഡുകൾ പ്രത്യേകിച്ച് ഈ രീതിയിലൊക്കെ സംവിധാനിച്ചത് അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. ആദ്യത്തെ രോഗികളെ കിടത്തിയുള്ള ഹോസ്പിറ്റൽ തുടങ്ങിയത് അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്. ഇദ്ദേഹം ആദ്യത്തെ ഹോസ്പിറ്റൽ. ജാമിഉൽ അമവി ദിമഷ്കിലെ ജാമിഉൽ അമവി ഇന്നും വളരെ പ്രസിദ്ധമായിട്ടുള്ള ജാമിഉൽ അമവി, ജാമിഉ ദിമഷ്ക്, അത് സ്ഥാപിച്ചത് അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. 400 പെട്ടി ദീനാറുകൾ, ഓരോ പെട്ടിയിലും 14,000 ദീനാറുകൾ. ഒരു പെട്ടിയിൽ 14,000 ദീനാർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണ നാണയം. 14,000 ദീനാർ ഒരു പെട്ടിയിൽ. അങ്ങനത്തെ 400 പെട്ടി ദീനാർ വലീദ് നൽകി. ഏതിന്? ജാമിഉ ദിമഷ്ക് സ്ഥാപിക്കാൻ, ആ ഒരു മസ്ജിദ് സ്ഥാപിക്കാൻ. അന്ന് യാചന നിരോധിച്ചു. അഗതികൾക്കും അനാഥകൾക്കും വിധവകൾക്കും വേതനം വീട്ടിലേക്ക്. കുഷ്ഠരോഗികൾ പുറത്തിറങ്ങാൻ പാടില്ല, അവർക്കുള്ള വേതനം വീട്ടിലേക്ക്. ഓരോ ബ്ലൈൻഡിനും ഓരോ ഖായിദ്, അവരെ കൊണ്ട് നടക്കാനുള്ള ജോലിക്കാരെ നിശ്ചയിച്ചു, ഖായിദിനെ നിശ്ചയിച്ചു. ഓരോ മുക്ക എന്ന് പറഞ്ഞാൽ വികലാംഗർ, അവർക്കുള്ള ഖാദിമിനെ വീടുകളിൽ നിശ്ചയിച്ചു, വീടുകളിൽ ശമ്പളത്തോടൊപ്പം. അതുകൊണ്ട് തന്നെ ഒരു ബ്ലൈൻഡ്, ഒരാളില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഒരു മുക്കഴതി വികലാംഗൻ, അല്ലെങ്കിൽ ഒരു വാർദ്ധക്യം പൂണ്ട ആവശ്യമായ ഒരാൾ, ഒരു സേവകനില്ലാത്ത അവസ്ഥ ഒന്നുണ്ടായില്ല എന്നുള്ളത്. മക്കയിൽ മർറൂദ് ബഹ്റാൻ എന്ന് പറഞ്ഞ സ്ഥലം, മർറൂദ് ബഹ്റാനിൽ നിന്ന് ഒരു നാഫൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലം, അവിടെ അന്ന് മർറൂദ് ബഹ്റാൻ ജലസ്രോതസ്സിൻ്റെ, ആ ജലസ്രോതസ്സിനെ മദീനയിലേക്ക് തരപ്പെടുത്തി. മക്കത്തെ മർറൂദ് ബഹ്റാൻ എന്ന് പറഞ്ഞാൽ ഹറമിനോട് അടുത്തുള്ളൊരു സ്ഥലമാണ് അല്ലേ. അവിടെ നിന്ന് ഒരു ജലസ്രോതസ്സിനെ വിശുദ്ധ മദീനയിലേക്ക് അന്ന് ആ തരപ്പെടുത്തെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. അതൊക്കെ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഖിദ്മത്ത്. പിന്നെ അദ്ദേഹം ഈ വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ ഖുർആൻ പഠിതാക്കൾക്ക്, അതേപോലെ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നവർക്ക് അദ്ദേഹം പ്രത്യേകം വേതനങ്ങളെ നിശ്ചയിച്ചു എന്നാണ്. വേതനങ്ങളെ നിശ്ചയിച്ചു, പ്രത്യേകിച്ച് ഹറമുകളിൽ, മസ്ജിദുൽ അഖ്സയിലൊക്കെ പ്രത്യേകിച്ച് നിശ്ചയിച്ചു എന്നാണ്. മാത്രമല്ല ഖുർആൻ പഠിക്കലായിരുന്നു മൂപ്പർ സഹായം നൽകാനുള്ള മാനദണ്ഡം എന്നാണ്. ഒരാൾ ബനു മഖ്സൂം ഗോത്രക്കാരന് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കടമുണ്ട്, അത് വീട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ വരാൻ പറഞ്ഞു. എന്നിട്ട് മുന്നിൽ അടുപ്പിച്ച് നിർത്തി. എന്നിട്ട് ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, പാരായണത്തിന് ഖുർആൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞാൽ അറിയില്ല എന്നാണ്. അപ്പോൾ ഒരു വടി എടുത്തിട്ട് തലപ്പാവണം തോണ്ടിയിട്ടിട്ട് തലക്ക് 2 മേട്ടം മേടിയിട്ട് അടുത്തുള്ള ഒരു മുഖരി, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തെ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പഠിച്ചിട്ടല്ലാതെ ഇയാൾ പോകാൻ പാടില്ല എന്നാണ്. വേറൊരാളെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞാൽ അമീർ മുഅ്മിനീൻ, എനിക്കുണ്ട് കടം, നിങ്ങളത് വീട്ടാൻ സഹായിക്കണം എന്ന് പറയണം. അപ്പോൾ എനിക്ക് ഖുർആൻ അറിയാൻ ചോദിക്കുകയാണ്. അവൻ ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ സൂറത്ത് അംഫാലിൽ നിന്ന് 10 ആയത്ത് ഓതാൻ പറഞ്ഞു, സൂറത്ത് തൗബയിൽ നിന്ന് 10 ആയത്ത് ഓതാൻ പറഞ്ഞു. അങ്ങനെ ആ 10 ആയത്ത് ഓതിയപ്പോൾ വലീദ് പറയാണ്, ബിഹാദ നസിലു അർഹാമക്കും വനഖ്ലി ദുയൂനക്കും. ബിഹാദ, ഈ ഖുർആൻ കൊണ്ട്, നസിലു അർഹാമക്കും, നിങ്ങളോടുള്ള രക്തബന്ധം നാം ചേർക്കും, വനഖ്ലി ദുയൂനക്കും, നിങ്ങളുടെ കടം നാം വീട്ടുകയും ചെയ്യും എന്നാണ്.
അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേവനം, അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് ഹിജറയുടെ 1-ാം ഒടുവിൽ ഹിജറയുടെ 89-ലൊക്കെയാണ് മസ്ജിദ് നബവിൻ്റെ വിപുലീകരണം, മനസ്സിലായില്ലേ? അപ്പം ആ കാലഘട്ടക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് ഒരു 70 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹി വഫാത്തായിട്ട് ആര് വന്നത്? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, പിന്നെ ഹസൻ റളിയല്ലാഹു തആലയുടെ 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുആവിയക്ക് ശേഷം മകൻ യസീദിന് ശേഷം മുആവിയ സാനി, പിന്നെ മർവാൻ ഇബ്നുൽ ഹക്കം, മർവാന് ശേഷം അബ്ദുൽ മലിക് ബിൻ മർവാൻ, പിന്നെ ഈ അബ്ദുൽ മലിക്കിന് ശേഷം വലീദ് ബിൻ അബ്ദുൽ മലിക്. ഒരു അനുഗ്രഹീത പിന്നെ ഖലീഫയായിരുന്നു അദ്ദേഹം, അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്. ശരീരത്തിൻ്റെ പിന്നെ തൊലിപ്പുറം അല്പം ഒന്ന് മങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഭംഗി അല്പം കുറഞ്ഞു എന്നുള്ളത് നല്ലൊരു മനുഷ്യൻ എന്നും സ്മരിക്കപ്പെടാനും ഓർക്കപ്പെടാനും അദ്ദേഹത്തിൻ്റെ ഖിദ്മത്തിൻ്റെയൊക്കെ ഒരു അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്. എനിക്ക് തോന്നുന്നത് എൻ്റെ 132-ലാണ് അമവികളുടെ ഖിലാഫത്ത് തീരുന്നത്. ഹിജറയുടെ 132-ലാണ് ഇവരുടെ ഖിലാഫത്ത് അവസാനിക്കുന്നത്. വലീദിന് ശേഷം പിന്നെ സഹോദരൻ സുലൈമാൻ വന്നു. സുലൈമാന് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ശേഷം പിന്നെ യസീദ് വന്നു, സഹോദരൻ യസീദ് വന്നു. യസീദിന് ശേഷം ഹിഷാം വന്നു. ഹിഷാമിന് ശേഷം പിന്നെ മർവാൻ, അല്ലേ, അവസാനത്തെ ഖലീഫ മർവാൻ ഇബ്നു മുഹമ്മദ് വന്നു. അതോടുകൂടി തീരാണ്. 132-ൽ അമവികളുടെ ഭരണം തീരാണ്. അപ്പോൾ പിന്നെ ഏതായാലും ഹിജറയുടെ തോന്നുന്നത് 97-ലായിരിക്കും അൽ വലീദിൻ്റെ അവസാനം. 100 തികഞ്ഞിട്ടില്ല അതിനു മുമ്പ്. പിന്നെ വലീദ് മരണപ്പെട്ടിട്ടുണ്ട് 97-ലാണ്. അലാക്കുല്ലി പിന്നെ അത് ഭയങ്കര ശോഭനീയമായ ചരിത്രമാണ്. ഞാനതിൻ്റെ പരിശോധന പേജുകളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് അവിടെ ഉദ്ധരിച്ചത്. പക്ഷേ പിന്നെ അത് ചരിത്രം വായിക്കുമ്പോൾ ആ ശാരീരിക പ്രകൃതി പറയുമ്പോൾ ഇമാം ദഹബിയെ പോലുള്ളവരൊക്കെ അത് പ്രത്യേകം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ പുറം അല്ല, അകമാണ് പ്രശ്നം. അതിൻ്റെ വെളുപ്പും അതിൻ്റെ ധന്യതയും നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഏതായാലും വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദി വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ അൽസിനത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഭാഷകൾ മാത്രമല്ല, പിന്നെ നിങ്ങളുടെ ശബ്ദങ്ങൾ, സ്വരങ്ങൾ, ഉപഭാഷകൾ, അതിൻ്റെ വ്യത്യസ്തതകൾ അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടതാണ്. വ അൽവാനിക്കും, നിങ്ങളുടെ നിറങ്ങളുടെയും വ്യത്യസ്തത അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ, ഇന്ന ഫീ ദാലിക്, തീർച്ചയായും ഇതിൽ ഉണ്ട് ലആയാതിൻ, എന്താ ആയാത്ത്? ദൃഷ്ടാന്തമല്ല, ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളുണ്ട് എന്നാണ്. ലആയാതിൻ ഉണ്ടോ? ഈ ലാമൊക്കെ ഈ ഇന്ന തീർച്ചയായും ല എന്നുള്ളത് അതേപോലെ തന്നെ തീർച്ചയായും എന്നുള്ള അക്ഷരത്തെ യോജിപ്പിക്കാനാണ്. ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതിൽ. ആർക്ക്? ലിൽ ആലിമീൻ. ഇവിടെ എന്താ ഈ ആലിം? ആലിം ആലിം എന്നുള്ളതിന് ബഹുവചനാണ് ആലിമൂൻ. ആലിമൂൻ എന്നുള്ളത് അഹ്ലുൽ ഇൽം എന്ന അർത്ഥത്തിൽ. ആലിം എന്നതിൻ്റെ ബഹുവചനാണ് ആലിമൂൻ, ആലിമീൻ, അഹ്ലുൽ ഇൽം, ഇൽമുള്ളവർ, അറിവുള്ളവർ. ഈ ആലിമീൻ എന്നുള്ള ഖിറാഅത്താണ് നമ്മുടെ ഖിറാഅത്ത്, ഹഫ്സിൻ്റെ ഖിറാഅത്ത്. ഹഫ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ഒക്കെ ഖിറാഅത്ത് ആലമീൻ എന്നാണ്. അതാണ് ജുംഹൂറിൻ്റെ ഖിറാഅത്ത്. എന്താണ്? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ എന്നാണ്. അപ്പോൾ ആലമീൻ എന്ന് പറയുമ്പോൾ എന്താ? ആലിമും ആലമും തമ്മിൽ എന്താ വ്യത്യാസം? ആലം എന്ന് പറഞ്ഞെങ്കിൽ ലോകം. ആലമൂൻ, ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. ആലം ലോകം കുറേ ഉണ്ട്. ആലം അല്ലേ? ആലമുൽ ഇൻസ്, മനുഷ്യരുടെ ലോകം. ആലമുൽ ജിന്നുകളുടെ ലോകം. ആലമുൽ ഷയാത്തീൻ, ശൈത്താന്മാരുടെ ലോകം. ആലമുൽ മലായിക, മലക്കുകളുടെ ലോകം. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. പിന്നെ ആലമുൽ അസ്മാക്,
മത്സ്യങ്ങളുടെ ലോകം, ആലമുൽ ഹയവാനാത്ത് മൃഗങ്ങളുടെ ലോകം, ആലമുദ്ദവാബ് ജന്തുക്കളുടെ ലോകം, ഇങ്ങനെ ലോകമുണ്ടല്ലോ. ആലമുത്തുയൂർ പറവകളുടെ ലോകം. ലോകങ്ങൾ കുറെയാണ്, ആലം കുറെയാണ്. അതുകൊണ്ടാണ് ആലമൂൻ ആലമീൻ. മുഴു ലോകരുടെയും സൃഷ്ടാവായ അള്ളാഹുവിന് സർവസ്തുതിയാണ്, റബ്ബുൽ ആലമീൻ. ഇന്ന ഫീ ദാലിക ഇതിലുണ്ട് ആയാത്തിൻ ദൃഷ്ടാന്തങ്ങൾ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകർക്ക്. അതാണ് കൂടുതൽ പണ്ഡിതന്മാരുടെ ഖിറാഅത്ത് ആലമീൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഓതുന്ന ഖിറാഅത്തിൽ, ഹഫ്സിന്റെ ഖിറാഅത്തിൽ ആലിമീങ്ങൾക്ക് ഇൽമുള്ളവർക്ക് എന്തുണ്ട്, പിന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. ഇൽമുള്ളവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഖലുള്ളവർ എന്ന് പറഞ്ഞില്ല. എന്താണ് ഇൽമുള്ളവരും അഖലുള്ളവരും തമ്മിൽ വ്യത്യാസം? ആരാണ് ശ്രേഷ്ഠർ? ഇൽമുള്ളവരാണോ ശ്രേഷ്ഠർ, അഖലുള്ളവരാണോ ശ്രേഷ്ഠർ? കൂടുതൽ ഇൽമുള്ളവർ. അഖലുള്ളവർ കുറേ ഉണ്ട്. പക്ഷേ പണ്ടൊരു കാക്കാരനെ വെച്ചല്ലേ, കഴുതക്ക് രോമം ഉണ്ടായിട്ട് എന്താ ബാർബർക്ക് കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് അഖലുണ്ടായിട്ടൊരു കാര്യമല്ല. പലരുടെയും അഖലുകൊണ്ട് പിന്നെ തൂഫാനാകാണ്. അതേസമയം യഥാർത്ഥ ഇൽമാകുമ്പോൾ എൽമിന്റെ വാക്താക്കൾ പൗരോഹിത്യം വേറെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അലീം ഇങ്ങനെയാണ് പറഞ്ഞത്. ആഖിൽ എന്നാ പറഞ്ഞത്. അള്ളാഹ് അലീമാണ്, അള്ളാഹു ആലിമാണ്, അള്ളാഹു അല്ലാമാണ് അള്ളാഹു, അല്ലേ? അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹിനെ കുറിച്ച്, ആഖിൽ എന്ന് പറഞ്ഞിട്ടില്ല. ശരിയാണ്. ഇൽമിന് എന്ത് വേണം? അഖിൽ വേണം. അഖിലിനെ തുടർന്നാണ് ഇൽമ്. അഖിൽ കൊണ്ടാണ് ഇൽമ്. അഖിൽ കൊണ്ട് മാത്രമല്ല ഇൽമ്. അഖിലിന് സ്ഥാനമില്ല എന്നല്ല. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. അള്ളാന്റെ അടുക്കൽ ഏറ്റവും മോശമായ ജീവി ആരാ? ഇന്ന ശർറദ്ദവാബ്, ഏറ്റവും മോശമായ ജീവി അസുമ്മു അൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, കേൾക്കാത്ത സംസാരിക്കാത്ത അല്ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത മനുഷ്യർ. ചിന്തിക്കാത്ത മനുഷ്യനാണ് ഏറ്റവും മോശമായ ജീവി എന്നാണ്. അപ്പോൾ ചിന്തക്കുള്ള സ്ഥാനം അത് വലുത് തന്നെയാണ്. അള്ളാഹു അതുകൊണ്ടല്ലേ പിന്നെ മനുഷ്യന്മാരോട് ചിന്തിക്കാൻ പറഞ്ഞത്. അഖലുള്ളവർക്ക് ഇതിൽ പാടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അഖലിന് സ്ഥാനമല്ല എന്നുള്ളതല്ല പറഞ്ഞത്, പക്ഷെ അഖലിനെ മാത്രം ആശ്രയിക്കുന്നതാണ് വിഷയം. ഒരു കവിതയിൽ ഇൽമുൽ അലീമി വ അഖ്ലുൽ ആഖിൽ ഇഖ്തലഫ എന്നാണ്. ഇൽമുൽ അലീം, ഒരു പണ്ഡിതന്റെ ഇൽമും അറിവും, വ അഖ്ലുൽ ആഖിൽ, ഒരു ബുദ്ധിമാന്റെ അഖൽ ബുദ്ധിയും, ഇഖ്തലഫ എന്താ അഭിപ്രായ വ്യത്യാസത്തിലായി. ഇൽമും അഖലും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. എന്താ വിഷയം? ഇൽമുൽ അലീമി വ അഖ്ലുൽ ആഖിൽ ഇഖ്തലഫ മൻ ദല്ലദീ മിൻഹുമാ ഖദ് അഹ്റസ ശറഫ. നമ്മിൽ ആർക്കാണ് ഷറഫ് കൂടുതൽ? നമ്മളിൽ ആർക്കാണ് ഷറഫ്, സ്ഥാനം കൂടുതൽ? ഇൽമിനാണോ സ്ഥാനം കൂടുതൽ, അഖലിനാണോ സ്ഥാനം കൂടുതൽ? അതിലാണ് അഭിപ്രായ വ്യത്യാസം. ഒരു കാൽപ്പനിക കേട്ടോ. ഒരു ബുദ്ധിമാന്റെ ബുദ്ധിയും ഒരു പണ്ഡിതന്റെ അറിവും ജ്ഞാനവും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം. നമ്മളിൽ ആർക്കാണ് ഷറഫ്, സ്ഥാനം? അപ്പൊ എന്താണ്? ഇൽമുൽ അലീമി വ അഖ്ലുൽ ആഖിൽ ഇഖ്തലഫ മൻ ദല്ലദീ മിൻഹുമാ ഖദ് അഹ്റസ ശറഫ ഫൽ അഖ്ലു ഖാല അന റഹ്മാനു ബി ഉരിഫ. അഖിൽ പറഞ്ഞു, ബുദ്ധി പറഞ്ഞു, ബി എന്നെ കൊണ്ടാണ്, അർ റഹ്മാനു ഖദ് ഉരിഫ, റഹ്മാനായ അള്ളാഹു അറിയപ്പെട്ടത്. അള്ളാഹിനെ ആളുകൾ മനസ്സിലാക്കിയത് ആരെ കൊണ്ടാണ്? ബുദ്ധി കൊണ്ടാണ്, അല്ലേ? ബുദ്ധി കൊണ്ടാണ് പിന്നെ റഹ്മാനായ അള്ളാഹു അറിയപ്പെട്ടത് എന്ന് അഖിൽ പറഞ്ഞു. ഫൽ അഖ്ലു ഖാല അന അഹ്റസ്തു ഗായതഹു വബി അർ റഹ്മാനു ഖദ് ഉരിഫ. അഖിൽ പറഞ്ഞു, ഞാനാണ് ഷറഫിൽ, അതിൻ്റെ പാരമ്യതയിലെത്തിയത്. കാരണം എന്നെ കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്ത് അറിയപ്പെട്ടത്. ബുദ്ധി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയപ്പെട്ടത് എന്ന് ബുദ്ധി പറഞ്ഞു. അപ്പൊ കവി പറയാണ്, ഫഅഫ്സഹൽ ഇൽമു ഇഫ്സാഹൻ വഖാല ലഹു ബിഅയ്യിന അല്ലാഹു ഫീ ഫുർഖാനിഹി ഇത്തസഫ. ഫഅഫ്സഹൽ ഇൽമു, അപ്പോൾ ഇൽമു എന്ത് ചെയ്തു? വാചാലമായി, ഇഫ്സാഹൻ. എന്നിട്ട് വഖാല ലഹു,
അഖിലിനോട് ചോദിച്ചു, ബി അയ്യീൻ അല്ലാഹു ഫി ഫുർഖാനിഹി ഇത്തസഫ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മിൽ ആരെ കൊണ്ടാണ് അള്ളാഹ്ക്ക് വിശേഷണം പറഞ്ഞത്? പറഞ്ഞ മനസ്സിലായി? നമ്മിൽ ആരെ കൊണ്ടാണ് അള്ളാഹു തനിക്ക് വിശേഷണം പറഞ്ഞത്? അള്ളാഹു ആഖിൽ എന്നാണോ പറഞ്ഞത്? അള്ളാഹു ആലിം എന്നാണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അള്ളാഹു ആലിം, അള്ളാഹു അലീം, ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ അഖിലിനെ കൊണ്ട് അള്ളാഹ്ക്ക് വിശേഷണം പറഞ്ഞിട്ടില്ല. അള്ളാഹു അലീം എന്നാ പറഞ്ഞത്. അതാണ് ഫഅഫ്സഹൽ ഇൽമു ഇഫ്സാഹൻ വഖാല ലഹു ബിഅയ്യിന അല്ലാഹു ഫി ഫുർഖാനിഹി ഇത്തസഫ ഫഅയ്കന, കവി പറയാണ്, ഫഅയ്കനൽ അഖ്ലു ബിഅന്നൽ ഇൽമ സയ്യിദുഹു ഫഖബ്ബലൽ അഖ്ലു റഅസൽ ഇൽമി വൻസറഫ. അതോടുകൂടി അഖിലിന് ബോധ്യപ്പെട്ടു എൻ്റെ സയ്യിദ് ആരാണ്? ഇൽമാണ്. എൻ്റെ സയ്യിദ്, നേതാവ് ഇൽമാണ്. അങ്ങനെ ഫഖബ്ബലൽ അഖ്ലു, അഖ്ലു ചുംബിച്ചു, റഅസൽ ഇൽമി, ഇൽമിൻ്റെ തല. എന്നിട്ട് വൻസറഫ, രണ്ടാളും പിരിഞ്ഞു പോയി എന്നാണ് ഒരു കവി ഭാവനയിൽ കൊണ്ടുവന്നൊരു വിഷയമാണ്. ഏതായാലും ഇൽമ്, അതിനുള്ള സ്ഥാനം അത് വലുതാണ്. ഇൽമുള്ളവർക്കാണ് ഇതിലൊക്കെ ദൃഷ്ടാന്തം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ശരിയാണ്, ഇൽമ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അഖ്ല് വേണം. അത് വേറെ വിഷയം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. അറിവുള്ളവർക്ക്, വിവരമുള്ളവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. വർണ്ണങ്ങളുടെ വ്യത്യസ്തത, പിന്നെ ഭാഷകളുടെയും സ്വരങ്ങളുടെയും വ്യത്യസ്തത, വാനങ്ങൾ, ഭൂവനങ്ങൾ, അതിൻ്റെ സൃഷ്ടിപ്പ് ഒക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന വിഷയത്തിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ, ഇൻഷാ അല്ലാഹ് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ കണ്ടില്ലേ, വമിൻ ആയാതിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇതൊക്കെ വലിയ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നുള്ളത് ആവർത്തിച്ച് അള്ളാഹു എണ്ണുകയാണ്. അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട്? ഇപ്പൊ നമ്മളിതിൽ ചിലത് പെറുക്കി പെറുക്കി പറയണുള്ളൂ. നമ്മളുടെ പരിമിതമായ അറിവിലും അന്വേഷണത്തിലും ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിലെന്തുണ്ട്? വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. വാനങ്ങൾ സൃഷ്ടിപ്പ്, അതൊക്കെ നമ്മൾ പലതും കേൾക്കണമല്ലേ. ഭൂമിയുടെ സൃഷ്ടിപ്പ്, ഇതിലൊക്കെ ഓരോ വിഷയം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട് എന്നുള്ളത് അള്ളാഹു ഊന്നി ഊന്നി പറയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഖലാസ്, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ബിഇദ്നില്ലാഹ്.